ഹലോ ഗൈസ്, മോനുലകത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിനെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനോഹർ പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങളുടെ കയ്യിലെ സ്വത്തിൻ്റെ പകുതി ഇപ്പോഴും അവരുടെ പേരിൽ തന്നെ ഇല്ലേ, അത് മേടിച്ച് അതിൻ്റെ പകുതി സ്വത്ത് എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. ഈ വീട് ഒന്നാമതെ ഒരു പ്രാന്താലം ആയിക്കൊണ്ടിരിക്കുമോ, നിങ്ങൾക്ക് വട്ടമൊന്നുമില്ലാന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് വട്ടായി. ഇനി നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോവും. അപ്പോൾ നിങ്ങളുടെ മകൾ ഒരു പ്രാന്തിയെപ്പോലെ നടക്കും. അവളുടെ വയറ്റിൽ എന്നെപ്പോലെ എടുത്തവൻ്റെ കുഞ്ഞാന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളൊരു മുഴുവട്ടിയായിട്ട് ഇതിലെ കൂടെ നടക്കുന്നതും കൂടെ നിങ്ങൾ കാണേണ്ട വരും എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന രാഹുലിന് ദേഷ്യം വരുവാണ് കേട്ടോ. രാഹുൽ മനോഹറിനെ കയറി അടിക്കാൻ വേണ്ടി പിടിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രാഹുലിൻ്റെ കയ്യിലിരുന്ന് മനോഹർ ഉറക്കെ കരയുവാണ് കേട്ടോ. അയ്യോ, എന്നെ പിടിക്കുന്നേ, കയറി പിടിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ഷാരി സരയു ഓടി അവിടെ വരുവാണ്. സരയു ആണെങ്കിൽ മനോഹറിനെ പിടിച്ചു മാറ്റുന്നുണ്ട് രാഹുലിൻ്റെ കൈക്കകത്തുനിന്ന്. ഷാരി ആണെങ്കിൽ രാഹുലിൻ്റെ ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഷാരി ദേഷ്യപ്പെടുന്നുണ്ട്. ഷാരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വലിയ ചങ്ങല മേടിച്ച് നിങ്ങളുടെ കാലയിൽ ഇടേണ്ട സമയം കഴിഞ്ഞു, നിങ്ങൾ എന്നെയും കൊണ്ട് നിങ്ങളെ കാലപുരിക്ക് അയക്കരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, മനുവേട്ടൻ വന്നേ പിന്നെ ഞാനൊന്ന് പഴയ രീതിക്കായത്, എന്നെ വെറുതെ അച്ഛൻ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച് എൻ്റെ തനി സ്വഭാവം അച്ഛൻ അറിയാമല്ലോ, അച്ഛൻ ഇനി അത് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് ഷാരിയോട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഷാരി, ഞാനല്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മൾ ഷാരി പറയുകയാണ്, നിങ്ങളെ പിന്നെ എനിക്കറിയാമല്ലോ എന്നൊക്കെ പറയുമ്പം മനോഹർ പറയുകയാണ്, ഓ സാരമില്ല, വേദന എടുക്കുന്നു, വാ മോളെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സരയുവിനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ ഷാരിക്ക് ദേഷ്യം വന്നിട്ട് ഷാരി പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനി എൻ്റെ മൂക്കും എനിക്കും ആകെ കൂടെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന മനുമോനിലാണ്. ആ മനുമോനെ കൂടെ നിങ്ങൾ ഉപദ്രവിച്ച് ഇവിടുന്ന് ഓടിച്ച് ഞങ്ങളുടെ ബാക്കി ജീവിതങ്ങളെ കളയാൻ വേണ്ടിയിട്ട് നോക്കിയാണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു ഭാരമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഷാരി കുറേ ദേഷ്യപ്പെടുവാണ് കേട്ടോ രാഹുലിൻ്റെ അടുത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീടാണ്. അപ്പോൾ അവന് ചേച്ചി കാർത്തികയുടെ അടുത്ത് വന്നിട്ട് പറയും, ഓ എങ്ങനെയുണ്ട് മോളെ, ഇനി എന്താ അടുത്ത പരിപാടി എന്ന് പറയും. അയാൾക്കൊരു രാജകുമാരനുണ്ടല്ലോ, കല്യാണി എന്ന് പറയുന്ന മകള് എത്ര സഹായിച്ചിട്ടും പെൺമക്കളെ തിരിച്ച് സ്നേഹിക്കാതെ ഒരു രാജകുമാരൻ എന്ന് പറയുന്നത്, അവനെ കാണാൻ വേണ്ടി പോകണം, അവനെ എങ്ങനെയും പുറത്തിറക്കണം. വലിയ ഉയരങ്ങളിൽ നിന്ന് പ്രകാശം വീണാലേ അയാൾക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ ചെല്ലുവാണ് കേട്ടോ വീടിൻ്റെ. അവിടെ ചെല്ലുമ്പോൾ പ്രകാശനോട് പറയുന്നുണ്ട്, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം, മകന് എന്താ പറ്റിയെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്, കടൽ തീരത്ത് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രകാശനോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയേ, എങ്ങനെയാണ് മകൻ ജയിലിലായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രകാശൻ കഥയൊക്കെ മാറ്റി പറയുകയാണ് കേട്ടോ. പ്രകാശൻ പറയുന്നുണ്ട്, അവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു, ഒരു വലിയ വീട്ടിലെ പെണ്ണാണ്, ഞാൻ വേണ്ടാന്ന് കുറേ തവണ പറഞ്ഞു, അവളുടെ സ്വഭാവം ഒന്നും ശരിയല്ലായിരുന്നു, പക്ഷേ എന്ത് പറയാൻ, ആ കല്യാണത്തിന് മുമ്പേ തന്നെ അവളുടെ വയറ്റിലായി, പിന്നെ എനിക്ക് കല്യാണത്തിന് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ മോളെ, അങ്ങനെ ഒരു കണക്കിന് സമ്മതിച്ചു, അവൾ അവനെ വശീകരിച്ചു കൊണ്ടുപോയതാ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ അന്ന് അവൻ്റെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കണ്ടേ, അങ്ങനെയൊന്നുമല്ല, അവൾക്ക് പ്രേമം എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു, കാണുന്ന ചെറുക്കന്മാരോടൊക്കെ അവൾക്ക് താല്പര്യമായിരുന്നു, ഒരിക്കലും ഇവൻ്റെ കൺമുമ്പിൽ വെച്ച് വേറെ എടുത്തവനെ ഞാനതൊന്നും മോളോട് പറയുന്നില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കാർത്തിക ചോദിക്കുകയാണ്, പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, പിന്നെന്താ സംഭവിക്കാനാ മോളെ, ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വീട്ടുകാർ, അവളുടെ ഒരു ആങ്ങളെയും ഭാര്യയും കല്യാണിയും എല്ലാം കൂടി എൻ്റെ മോനെ ജയിലിലാക്കി, അവൻ്റെ തലയിലോട്ട് കുറ്റങ്ങളിട്ടു, അവൻ കൊള്ളരുതാത്തവനായി, അവനെ ഇല്ലാത്ത കള്ളക്കേസ് മുടക്കി കള്ളക്കേസിലാക്കി അവനെ ജയിലിലാക്കി എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട്, താൻ പറയുന്നതൊക്കെ പറയടോ, ഞാൻ വിശ്വസിച്ചതുപോലെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക പറയണം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കിപ്പോൾ തന്നെ ജയിലിൽ പോവാം, എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വണ്ടിയുടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അച്ഛനെ കണ്ട എൻ്റെ അച്ഛനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നേ. അത് കഴിയുമ്പോൾ പറയുവാണ്, എൻ്റെ അമ്മ ഒരു 52 വയസ്സ് താഴെ പ്രായമുള്ളൂ, അമ്മ ഇപ്പം തനിച്ചാന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രകാശം മനസ്സിൽ ചിന്തിക്കുക, ഇവളെന്താണോ പറഞ്ഞു വരുന്നത്, ഇനി അവളെ കെട്ടണമെന്ന് വല്ലതും ആണോ, എന്നാലും വേണ്ടിയല്ല ഒരു. എന്നിട്ട് പയ്യെ ചോദിക്കുകയാണ്, മോളെ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി എന്ന് പറയുമ്പോൾ പ്രകാശം ചെറുതായിട്ടൊന്ന് ഞെട്ടുവാണ്. ലക്ഷ്മിയല്ല, മഹാലക്ഷ്മി എൻ്റെ അമ്മ എന്ന് പറയുവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേരെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ പേര് പ്രേമചന്ദ്രൻ എന്നാന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശം മനസ്സിൽ പറയും, രണ്ടിലും ഒരു പ്രായമുണ്ട്, ഇനി ഞാനും അങ്ങനെ പോലെ നേരത്തെ എങ്ങാനും തട്ടിപ്പോവോ, എന്തായാലും വേണ്ടിയല്ല, ഇവളുടെ പോക്കെങ്ങടെ ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരും കൂടെ ജയിലിൽ വിക്രത്തെ കാണാൻ വേണ്ടി വരുന്നതാണ്. വിക്രത്തെ കാണുമ്പോൾ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, ഒരു നെറ്റിപ്പട്ടം കെട്ടി ആന വരുന്ന പോലെ തന്നെയുണ്ട്, എന്താ ഐശ്വര്യ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, എന്നാൽ ഒരുപാട് പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ, ഞാനിവിടെ സൂപ്രണ്ടിനോട് പറയാം, അല്ലെങ്കിൽ ഞാനത് വാർത്തയാക്കിക്കോളാം, ഇനി പേടിക്കണ്ട, ഇനി അടുത്ത കോർട്ട് കൂടുമ്പം എന്തായാലും ആരൊക്കെ എതിർത്താലും, കല്യാണിയല്ല ആരൊക്കെ വന്നാലും, ഏത് വക്കീൽ വന്നാലും വിക്രത്തെ നമുക്ക്
നമുക്ക് പുറത്തിറക്കാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, മോനെ ഇതാ കാർത്തിക മേഡത്തിന് കമ്പനിയില്ല ഞാനും മുത്തശ്ശിയും വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് നല്ല ജോലിയും സാലറിയും ഒക്കെ ഉണ്ട്, മേഡം ഇപ്പം എല്ലാം നോക്കുന്നത് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ അവസ്ഥ നോക്കും മേഡം, അവനെ ഇല്ലാത്ത കേസിൽ കുടുക്കി കൊണ്ടിട്ടേക്കുന്നതുണ്ടോ, ആത്മാർത്ഥമായിട്ടൊരു പെണ്ണിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്നൊക്കെ പറയുവാണ് കേട്ടോ. കാർത്തികയൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാടോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് കാർത്തിക പറയുന്നുണ്ട് വിക്രത്തിനോട്, ഇനി എന്തായാലും ടെൻഷൻ അടിക്കണ്ട, താമസിക്കാതെ തന്നെ പുറത്തിറങ്ങാം എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയുന്നത്, മോളെ എന്തിവനെ ഏൽപ്പിച്ചാലും ഇവൻ പൊന്നുപോലെ നോക്കിക്കോളും, അത്രയ്ക്ക് വിശ്വസ്തനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാർത്തിക അപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും, ഇപ്പോഴത്തെ സമയദോഷത്തിന് ഇതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.